നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിനാമ കീർത്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാമായണശീലുകൾ പെയ്തു നിറയുന്ന കർക്കിടക മാസം, മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ചെയ്ത പാപങ്ങളൊക്കെയും കഴുകിക്കളയുവാനായി ഒരു മാസം. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് മേടം മുതൽ തുടങ്ങുന്ന 12 രാശികളിൽ 4-മത്തേതാണ് കർക്കിടകം. അത് മാതൃത്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും രാശിയാണ്. കർക്കിടക രാശിയിലെ പുണർദം നക്ഷത്രമാണ് ശ്രീരാമൻ്റെ നക്ഷത്രം. കഴിഞ്ഞ 11 മാസത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ചിങ്ങം മുതൽ വരുന്ന പുതുവത്സരം വരവേൽക്കാനും അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഉപയോഗിക്കപ്പെടുന്ന മാസം കൂടിയാണ് കർക്കിടകം. പണ്ട് ഇടവപ്പാതി തുടങ്ങി മിക്കപ്പോഴും കർക്കിടക മാസം വരെ മഴ തുടരാറുണ്ട്. അതിനാൽ കൃഷികൾക്ക് വൻ നാശങ്ങൾ വരുന്നതിനാൽ കൃഷിക്കാർക്ക് വിശ്രമ ദിനങ്ങളായിരുന്നു. അതിനാലാണ് കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നുകൂടി അറിയപ്പെടുന്നത്. ആ മാസം കൃഷിക്കാരും അധ്വാനിക്കുന്നവരും വിശ്രമിക്കാനും ചിങ്ങം മുതൽ വരുന്ന മാസങ്ങളിലെ പ്രയത്നിക്കാൻ ആവശ്യമായ ഊർജം സംഭരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു വിശ്രമകാലം ഉപയോഗിക്കുന്നത്. കർക്കിടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുമ്പിൽ നിത്യവും 2 മുതൽ 5 വരെ തിരികളിട്ട് നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിച്ച് രാമായണ പാരായണം നടത്തുന്നത് കുടുംബ ഐക്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വളരെ ഗുണം ചെയ്യും. കൂടാതെ 4 ദർശനം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത്യുത്തമം. ഈ 4 ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നതാണ്. ഇതിൻ്റെ ശരിക്കുള്ള രീതി ഈ 4 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുക എന്നതാണ്. എന്നാൽ പലപ്പോഴും അത് സാധിക്കാറില്ല. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളാൽ സാധ്യമായതെങ്ങനെയോ അങ്ങനെ ദർശനം നടത്തുക. കർക്കിടകം 1 തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് ഹൈന്ദവ വിശ്വാസം. അത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റേതായ ഒരു ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചിരുന്ന് വേണം ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയായി അടുത്ത ചിങ്ങമാസത്തെ വരവേൽക്കാൻ നാം സജ്ജരായി എന്നാണ് വിശ്വാസം. ഇത്രയും ശുദ്ധിയോടെ നിൽക്കുന്ന സമയം പിതൃക്കൾക്ക് ബലിതർപ്പണം കൂടി ചെയ്താൽ അവർക്ക് ആത്മശാന്തി ലഭിക്കും എന്നതും ഈ മാസത്തെ പ്രത്യേകത തന്നെയാണ്. എന്തിനാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത്, തിലഹോമം നടത്തുന്നത് എന്നൊക്കെ വളരെ ലളിതമായി ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തരാം. മനുഷ്യ ശരീരത്തിൽ 10 പ്രാണൻ ഉള്ളതായിട്ടാണ് സങ്കല്പം. മരണസമയത്ത് ഈ ഓരോ പ്രാണനെയും ഓരോന്നായി പുറത്തേക്ക് വിട്ട് മരിക്കുന്നതാണ് ശരിയായിട്ടുള്ള മരണം. സാധാരണ മരിക്കുന്ന ഘട്ടത്തിൽ 9 പ്രാണൻ വരെ മാത്രമേ പുറത്ത് പോകുകയുള്ളൂ. 10-മത്തെ പ്രാണനായ ധനഞ്ജയൻ ശരീരത്തിൽ നിന്നും പോവുകയില്ല.
അത് ബന്ധുമിത്രാദികളെയും താൻ സ്നേഹിക്കുന്നവരെയും വിട്ടുപോകാൻ വളരെ മടി കാണിച്ച് നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അങ്ങനെ നമുക്ക് ആ 10ാമത്തെ പ്രാണനെ അങ്ങനെ നിലനിർത്താൻ കഴിയാത്തതിനാൽ നാം പല വിധത്തിലുള്ള കർമ്മങ്ങളിലൂടെ അതിനെ തിരിച്ച് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. ഈ 10ാമത്തെ പ്രാണൻ ഭൂമിയിൽ നിന്നും നിശ്ചിത മണ്ഡലം ഉയരത്തിൽ നിൽക്കും. നാം എള്ള് അല്ലെങ്കിൽ തിലഹോമം നടത്തുന്ന സമയം ഇത് അവിടെ നിന്നും മുകളിലേക്ക് പോവുകയും ചന്ദ്രമണ്ഡലം, സൂര്യമണ്ഡലം അങ്ങനെ കടന്ന് നമ്മളിൽ നിന്നും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മാവിന് ശാന്തി നൽകാനായിട്ടാണ് നാം ബലിതർപ്പണം നടത്തുക. ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഒരറിവും നിസ്സാരമല്ല. വരുന്ന എപ്പിസോഡുകളും നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് അത് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നത്.